ബൈബിളിലെ താഴ്വരകളെ ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുള്ള ചില ചോദ്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം. നമുക്ക് വേണ്ടി ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ഈലിയാമ്മ ബാബു. വേഗത്തിൽ ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, യഹോവ ഇസ്രയേലിൻ്റെ വില്ലൊടിച്ച് കളയുന്നത് ഏത് താഴ്വരയിൽ വെച്ചാണ്? ഉത്തരം, ഇസ്രയേൽ താഴ്വരയിൽ. ഹോശേയ 1:5. അടുത്ത ചോദ്യം, ചന്ദ്രനോട് ഏത് താഴ്വരയിൽ നിൽക്കാനാണ് യോശുവ കൽപ്പിച്ചത്? ഉത്തരം, അയ്യാലോൻ താഴ്വരയിൽ. യോശുവ 10:12. അടുത്ത ചോദ്യം, ഒലിവുമല രണ്ടായി പിളർന്നു കഴിയുമ്പോൾ മലകളുടെ താഴ്വര എവിടെ വരെയാണ് എത്തുന്നത്? ഉത്തരം, ആസൽ വരെ. സക്കറിയ പ്രവചനം 14:5. അടുത്ത ചോദ്യം, വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി ജാതികൾ ഏത് താഴ്വരയിലാണ് എത്തേണ്ടത്? ഉത്തരം, യഹോശാഫാത്ത് താഴ്വരയിൽ. യോവേൽ പ്രവചനം 3:12. അടുത്ത ചോദ്യം, ഏത് താഴ്വരയാണ് പ്രത്യാശയുടെ വാതിൽ എന്നറിയപ്പെടുന്നത്? ഉത്തരം, ആഖോർ താഴ്വര. ഹോശേയ 2:15. അടുത്ത ചോദ്യം, എല്ലാ താഴ്വരയും നികന്നു വരണമെന്ന് പ്രവചിച്ചത് ആരായിരുന്നു? ഉത്തരം, യെശയ്യാവ്. യെശയ്യാവിൻ്റെ പ്രവചനം 40:4. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദേശം ഉറ്റുനോക്കുവാൻ മോശെ അയച്ചവർ ഏത് താഴ്വര വരെയാണ് പോയത്? ഉത്തരം, എസ്കലോൻ താഴ്വര വരെ. സംഖ്യ 32:9. അടുത്ത ചോദ്യം, ഇസഹാക്ക് കൂടാരമടിച്ചു പാർത്ത താഴ്വര ഏതായിരുന്നു? ഉത്തരം, ഗെരാർ താഴ്വരയിൽ. ഉൽപ്പത്തി 26:17. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഏത് താഴ്വരയിലാണ് അസംഖ്യം സമൂഹങ്ങളെ കാണുന്നത്? ഉത്തരം, വിധിയുടെ താഴ്വരയിൽ. യോവേൽ 3:14. അടുത്ത ചോദ്യം, അമസ്യാവ് ഏദോമ്യരിൽ 10,000 പേരെ കൊന്നത് ഏത് താഴ്വരയിൽ വെച്ചായിരുന്നു? ഉത്തരം, ഉപ്പ് താഴ്വരയിൽ. 2 രാജാക്കന്മാർ 14:7. അടുത്ത ചോദ്യം, ദമ്മശേക്കിന്റെ ഓടാമ്പൽ തകർത്ത് നിവാസികളെ ഛേദിച്ചു കളയുന്നത് ഏത് താഴ്വരയിൽ നിന്നാണ്? ഉത്തരം, ആവേൻ താഴ്വരയിൽ നിന്ന്. ആമോസ് 1:5. അടുത്ത ചോദ്യം, ദലീല ഏത് താഴ്വരയിലായിരുന്നു താമസിച്ചിരുന്നത്? ഉത്തരം, സോരേക്ക് താഴ്വരയിൽ. ന്യായാധിപന്മാർ 16:4. അടുത്ത ചോദ്യം, മേലേക്കിന് തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും ദഹിപ്പിക്കേണ്ടതിന് ബാലിന്റെ പൂജാഗിരികളെ പണിതത് ഏത് താഴ്വരയിലായിരുന്നു? ഉത്തരം, ബെൻഹിന്നോൻ താഴ്വരയിൽ. യിരെമ്യാവ് 32:35. അടുത്ത ചോദ്യം, ശില്പികളുടെ താഴ്വര എന്നറിയപ്പെടുന്നത് ഏത് താഴ്വരയാണ്? ഉത്തരം, ഓനോവ് താഴ്വര. നെഹമ്യാവ് 11:35. അടുത്ത ചോദ്യം, ഏത് താഴ്വര കടന്നാണ് അമോര്യ രാജാവായ സീഹോന്റെ ദേശത്ത് ഇസ്രായേൽ മക്കൾ എത്തിയത്? ഉത്തരം, അർണോൻ താഴ്വര. ആവർത്തനം 2:24. അടുത്ത ചോദ്യം, ശൗലും ഇസ്രായേലിയരൊക്കെയും ഏത് താഴ്വരയിൽ നിന്നായിരുന്നു ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്തത്? ഉത്തരം, ഏലാ താഴ്വരയിൽ. 1 ശമൂവേൽ 17:19. അടുത്ത ചോദ്യം, രൂബേന്യർക്കും ഗാദ്യർക്കും അവകാശമായി കൊടുത്ത ദേശത്തുണ്ടായിരുന്ന താഴ്വര
ഏതായിരുന്നു? ഉത്തരം അർണോൻ താഴ്വര. ആവർത്തനം 3:16. അടുത്ത ചോദ്യം, ഏത് താഴ്വരയിൽ നടന്ന വിലാപം പോലെയുള്ള മഹാവിലാപമാണ് യെരൂശലേമിൽ ഉണ്ടാകുന്നത്? ഉത്തരം മെഗിദ്ദോ താഴ്വരയിലുള്ള ഹദദ്രിമ്മോനിലെ വിലാപം പോലെ. സക്കരിയാവ് 12:11. അടുത്ത ചോദ്യം, ദാവീദ് 18,000 അരാമ്യരെ സംഹരിച്ചത് ഏത് താഴ്വരയിൽ വെച്ചായിരുന്നു? ഉത്തരം ഉപ്പ് താഴ്വരയിൽ. 2 ശമൂവേൽ 8:13. അടുത്ത ചോദ്യം, ഏത് താഴ്വരയാണ് രാജതാഴ്വര എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഉത്തരം ഷാവേ താഴ്വര. ഉൽപ്പത്തി 14:17. അടുത്ത ചോദ്യം, ഫെലിസ്ത്യരുടെ കവർച്ചക്കൂട്ടം ഏത് താഴ്വരയ്ക്കെതിരെയുള്ള ദേശം വഴിയാണ് പോയത്? ഉത്തരം സെബായിൻ താഴ്വരയുള്ള ദേശം വഴി. 1 ശമൂവേൽ 13:18. അടുത്ത ചോദ്യം, ലെബാനോൻ താഴ്വര എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഹെർമോൻ പർവ്വതത്തിന്റെ അടിവാരത്ത്. യോശുവ 11:16. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദാവീദ് അദുല്ലാം ഗുഹയിൽ പാർത്തിരുന്നപ്പോൾ ഫിലിസ്ത്യർ എവിടെയായിരുന്നു പാളയം ഇറങ്ങിയിരുന്നത്? ഉത്തരം രഫയീം താഴ്വരയിൽ. 1 ദിനവൃത്താന്തം 11:15. അടുത്ത ചോദ്യം, യുദ്ധത്തിൽ ജയിച്ച യഹോശഫാത്തും കൂട്ടരും യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത താഴ്വര ഏതായിരുന്നു? ഉത്തരം ബരാഖ താഴ്വര. 2 ദിനവൃത്താന്തം 20:26. അടുത്ത ചോദ്യം, തോഫത്തിലെ പൂജാഗിരികൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ബെൻഹിന്നോൻ താഴ്വരയിൽ. ഇരമ്യാവ് 7:31. അടുത്ത ചോദ്യം, ദ്രവ്യാഗ്രഹം മൂലം ജീവൻ നഷ്ടപ്പെട്ട വ്യക്തിയുടെ പേരിൽ അറിയപ്പെടുന്ന താഴ്വര ഏതാണ്? ഉത്തരം ആഖോർ താഴ്വര. യോശുവ 7:26. അടുത്ത ചോദ്യം, ഏത് താഴ്വരയാണ് യഹോവ അളക്കുന്നത്? ഉത്തരം സുക്കോത്ത് താഴ്വരയിൽ. സങ്കീർത്തനം 108:7. അടുത്ത ചോദ്യം, ഗോഗിന് ഇസ്രയേലിൽ ഒരു ശ്മശാന ഭൂമി കൊടുത്ത് ഏത് പേരിലാണ്? ഉത്തരം ഹാമോൻ ഗോഗ് താഴ്വര എന്ന പേരിൽ. യെഹെസ്കേൽ 39:11. അടുത്ത ചോദ്യം, സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കാൻ യോസഫിനെ യാക്കോബ് അയച്ചത് എവിടെ നിന്നായിരുന്നു? ഉത്തരം ഹെബ്രോൻ താഴ്വരയിൽ നിന്ന്. ഉൽപ്പത്തി 37:14. അടുത്ത ചോദ്യം, ഏത് താഴ്വരയാണ് കന്നുകാലികൾക്ക് കിടപ്പിടമായിരിക്കുന്നത്? ഉത്തരം ആഖോർ താഴ്വര. യെശയ്യാവ് 65:10. അടുത്ത ചോദ്യം, അബാരാമിൽ നിന്ന് പുറപ്പെട്ട ഇസ്രയേൽ മക്കൾ ഏത് താഴ്വരയിലാണ് പാളയമിറങ്ങിയത്? ഉത്തരം സാരോദ് താഴ്വരയിൽ. സംഖ്യ 21:12. അടുത്ത ചോദ്യം, ഗിദെയോനോട് യുദ്ധം ചെയ്യാൻ വന്ന മിദ്യാന്യർ എവിടെയായിരുന്നു പാളയമിറങ്ങിയിരുന്നത്? ഉത്തരം മോരേക്കുന്നിനരികെ താഴ്വരയിൽ. ന്യായാധിപന്മാർ 7:1. അടുത്ത ചോദ്യം, ബെത്പയോരിനരികെയുള്ള താഴ്വരയിൽ അടക്കം ചെയ്തത് ആരെയാണ്?
ഉത്തരം മോശെ. ആവർത്തനം 34:6. അടുത്ത ചോദ്യം, യഹോവയിങ്കിൽ നിന്ന് സംഹാരവും പരിഭ്രമവുമുള്ള നാൾ വരുന്നത് ഏത് താഴ്വാരത്തിലാണ്? ഉത്തരം ദർശന താഴ്വരയിൽ. യെശയ്യാവ് 22:5. അടുത്ത ചോദ്യം, ഏത് താഴ്വരയാണ് ഉപ്പുകടൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഉത്തരം സിദ്ദീം താഴ്വര. ഉൽപ്പത്തി 14:3. അടുത്ത ചോദ്യം, ഇസ്രയേലിനോട് യുദ്ധം ചെയ്യാൻ മിദ്യാന്യരും അമാലേക്യരും കിഴക്ക് ദേശക്കാരും ഏത് താഴ്വരയിലാണ് ഒന്നിച്ചു കൂടിയത്? ഉത്തരം ഇസ്രയേൽ താഴ്വരയിൽ. ന്യായാധിപന്മാർ 6:33. അടുത്ത ചോദ്യം, കീൽക്കുഴികൾ ഉണ്ടായിരുന്നത് ഏത് താഴ്വരയിലായിരുന്നു? ഉത്തരം സിദ്ദീം താഴ്വരയിൽ. ഉൽപ്പത്തി 14:10. അടുത്ത ചോദ്യം, ആഹാസ് ധൂപം കാട്ടിയത് ഏത് താഴ്വരയിലായിരുന്നു? ഉത്തരം ബെൻഹിന്നോം താഴ്വരയിൽ. 2 ദിനവൃത്താന്തം 28:3. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ഏത് മൃഗമാണ് താഴ്വരയിൽ മാന്തി ഉല്ലസിക്കുന്നത്? ഉത്തരം കുതിര. ഇയ്യോബ് 39:21. അടുത്ത ചോദ്യം, ക്രൂശ്യരോട് യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി ആസ പടയ്ക്ക് അണിനിരത്തിയത് ഏത് താഴ്വരയിലായിരുന്നു? ഉത്തരം സെഫാഥ താഴ്വരയിൽ. 2 ദിനവൃത്താന്തം 14:10. അടുത്ത ചോദ്യം, കുശവനോട് മൺകുടം വിലയ്ക്ക് വാങ്ങിയിട്ട് ഏത് താഴ്വരയിൽ ചെല്ലാനാണ് യിരെമ്യാവിനോട് യഹോവ കൽപ്പിച്ചത്? ഉത്തരം ബെൻഹിന്നോം താഴ്വരയിൽ. യിരെമ്യാവ് 19:2. അടുത്ത ചോദ്യം, ബെൻഹിന്നോം താഴ്വര ഏത് പേരിൽ അറിയപ്പെടുമെന്നാണ് യഹോവ അരുളി ചെയ്തത്? ഉത്തരം കുലത്താഴ്വര. യിരെമ്യാവ് 7:32. അടുത്ത ചോദ്യം, ഏത് താഴ്വരയുടെ അറ്റത്താണ് അരോവേർ സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം അർണോൻ താഴ്വരയുടെ. ആവർത്തനം 44:8. അടുത്ത ചോദ്യം, ഏത് താഴ്വരയ്ക്കാണ് ഇസ്രയേലിലെ ഒരു ന്യായാധിപന്റെ പേരുമായി ബന്ധമുള്ളത്? ഉത്തരം യിഫ്താഹ് താഴ്വരയ്ക്ക്. യോശുവ 19:27. അടുത്ത ചോദ്യം, ഏത് താഴ്വരയിൽ കൂടി കടക്കുമ്പോഴാണ് യഹോവ അതിനെ ജലാശയമാക്കി തീർക്കുന്നത്? ഉത്തരം കണ്ണുനീർ താഴ്വരയിൽ കൂടി. സങ്കീർത്തനം 84:6. അടുത്ത ചോദ്യം, ദാവീദ് ഗോലിയാത്തിനെ കൊന്നത് എവിടെ വെച്ചായിരുന്നു? ഉത്തരം ഏല താഴ്വരയിൽ വെച്ച്. 1 ശമൂവേൽ 21:9. അടുത്ത ചോദ്യം, ഏത് താഴ്വരയിൽ നിന്നും എടുത്ത തൂണാണ് അബ്ശാലോമിന്റെ ജ്ഞാപക സ്തംഭം എന്ന് അറിയപ്പെടുന്നത്? ഉത്തരം രാജാവിന്റെ താഴ്വരയിൽ. 2 ശമൂവേൽ 18:18. അടുത്ത ചോദ്യം, ദാൻ ഗോത്രക്കാർ നശിപ്പിച്ച ലയിഷു പട്ടണം ഏത് താഴ്വരയിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്? ഉത്തരം ബെത്ലേഹോം താഴ്വരയിൽ. ന്യായാധിപന്മാർ 18:28.
അടുത്ത ചോദ്യം, 4 രാജാക്കന്മാർ 5 രാജാക്കന്മാരോട് യുദ്ധം ചെയ്തത് എവിടെ വെച്ചായിരുന്നു? ഉത്തരം സിദ്ദീൻ താഴ്വരയിൽ വെച്ച്. ഉൽപ്പത്തി 14:9. താഴ്വരയെക്കുറിച്ചുള്ള മനോഹരമായ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ.